സംഭാജിയെ മുഗൾ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ദിലീർ ഖാൻ സംഭാജിക്ക് കത്തയക്കുന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നും ഔറംഗസേബിന് നിങ്ങളെ ഇഷ്ടമാണെന്നും പറയുന്നു. സഹ്യാദ്രി കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ചക്രവർത്തി നിങ്ങളുടെ കഴിവുകളെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങൾ ചക്രവർത്തിക്ക് ഗുണകരമാകും. അതിൻ പ്രകാരം സഹ്യാദ്രിയുടെ നായകനായി നിങ്ങൾക്കും നിലകൊള്ളാം. ദേശം, ആനകൾ, കുതിരകൾ തുടങ്ങി പലതും സമ്മാനങ്ങളായി നിങ്ങൾക്കിവിടെ കാത്തിരിക്കുന്നു. ചക്രവർത്തിയുടെ ഫർമാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ മുഗൾ ക്യാമ്പിലേക്ക് വരാം. നിങ്ങൾക്ക് മുന്നിൽ യാതൊരുവിധ നിർദ്ദേശങ്ങളോ നിബന്ധനകളോ ഞങ്ങൾ വെക്കുകയില്ല. മുഗൾ ക്യാമ്പിലും നിങ്ങളൊരു നായകനായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ആ കത്ത് പറഞ്ഞു പോകുന്നത്. സംഭാജിയുടെ അസംതൃപ്തിയെ കയ്യിലെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ദിലീർ ഖാൻ ഇവിടെ നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇതിന് സംഭാജി രഹസ്യമായി മറുപടിയും അയക്കുന്നുണ്ട്. അത് അനുകൂലമായ ഒരു മറുപടി കൂടിയായിരുന്നു. എനിക്ക് ചക്രവർത്തിയുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഈ സമയം അതിന് സാധിക്കില്ലെന്നും, കാരണം പിതാവായ ഛത്രപതി ശിവജി തനിക്ക് ശൃംഗാർപൂർ മേഖലയുടെ ഭരണകർത്തവ്യം നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നതുവരെ തനിക്ക് വരാൻ സാധിക്കില്ലെന്നുമാണ് സംഭാജി കത്തിലൂടെ അറിയിക്കുന്നത്. സംഭാജി ഇവിടെ എന്തിന് ഇത്തരമൊരു നടപടി സ്വീകരിച്ചു എന്നതിന് പല പല അനുമാനങ്ങളുണ്ട്. ഒന്ന്, ശിവജി തന്നെ 1675 കാലത്ത് മുഗളരുമായി സമാധാന ചർച്ചകളൊക്കെ വീണ്ടും നടത്തി തുടങ്ങിയിരുന്നു. എന്നാൽ അത് പൂർണ്ണ വിജയത്തിലെത്തിയില്ല. അതിൻ്റെ ഭാവി അറിയാൻ സംഭാജി ഒരുപക്ഷെ കാത്തുനിന്നതാവാം. എങ്കിലും പല പല നിരീക്ഷണങ്ങളിൽ നിന്നായി കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്നത് ശിവജിയുടെ തിരിച്ചുവരവിനപ്പുറം ഒന്നുകൂടെ തൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുക എന്നതും ഇത്തവണ മുഗൾ വാഗ്ദാനങ്ങൾ കൂടി ചേരുന്നതോടെ തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ വിജയിക്കുമെന്ന തോന്നൽ സംഭാജിയിലേക്ക് വന്നതുമാവാം എന്നതാണ്. ദിലീർ ഖാൻ്റെ കത്തിൻ്റെ മറുപടിയിൽ അനുകൂലമായ രീതിയിൽ കൂടെയാണല്ലോ സംഭാജി പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭാജി മുഗൾ ക്യാമ്പിലേക്ക് പോവാൻ തയ്യാറെടുത്തിരുന്നതായി കാണാം. എന്നാൽ യുവരാജാവ് മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ പോകുന്നത് ആ രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നിരിക്കെ ദിലീർ ഖാൻ്റെ വാഗ്ദാനങ്ങൾ ഉപയോഗിച്ച് ശിവജിയെ പ്രതിസന്ധിയിലാക്കാമെന്നും സംഭാജി ധരിച്ചിരിക്കാം. അങ്ങനെ മാസങ്ങൾ കടന്നു പോവുകയും കർണാടക മേഖലകളിലെ ദൗത്യമൊക്കെ കഴിഞ്ഞ് ഛത്രപതി ശിവജി റായ്ഗഡിലേക്ക് 1678 മെയ്യിൽ തിരിച്ചെത്തുകയുണ്ടായി. ഈ സമയം തൻ്റേതായൊരു രാജ്യമേഖലയ്ക്കായി സംഭാജി വീണ്ടും ചോദിക്കുകയുണ്ടായി. എന്നാൽ സംഭാജിയുടെ ശൃംഗാർപൂരിലെ പല പ്രവർത്തനങ്ങളും മുഗളരുടേതുമായുള്ള ബന്ധവുമൊക്കെ അറിഞ്ഞ ശിവജി സംഭാജിയുടെ വീണ്ടുമുള്ള ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പകരം ശൃംഗാർപൂർ മേഖലയിൽ നിന്നും മാറി സജ്ജൻഗഡ് കോട്ടയിലേക്ക് പോവാനാണ് കൽപ്പിച്ചത്. സംഭാജിയെപ്പറ്റി കാര്യങ്ങൾ ശിവജിയെ അറിയിക്കുന്നത് മന്ത്രിമാരാണെന്ന് കാണാം. മന്ത്രിമാരെ ബഹുമാനിക്കുന്നില്ലെന്നും മുഗളരുമായി ബന്ധപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നുവെന്നും നിയോഗിക്കപ്പെട്ട മേഖലയിൽ നിന്ന് നികുതി കൃത്യമായി പിരിക്കുന്നില്ല തുടങ്ങി പല പ്രശ്നങ്ങളും മന്ത്രിമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ശിവജി സംഭാജിക്ക് കത്തെഴുതുകയും പരാതികളൊക്കെ ചൂണ്ടിക്കാട്ടുകയും ആയതിനാൽ സജ്ജൻഗഡ് കോട്ടയിലേക്ക് പോവാൻ കൽപ്പിക്കുകയുമാണ് ചെയ്തത്. ചരിത്രപരമായി നോക്കിയാൽ മുഗളരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന വാദം നിലനിൽക്കും. കാരണം 1678 ഡിസംബർ 13 സംഭാജി മറാത്തയൊക്കെ വിട്ട് മുഗൾ ക്യാമ്പിലേക്ക് പോയപ്പോൾ മറാത്ത പട ഉടൻ തന്നെ പിന്തുടരുന്നുണ്ട്. ഈ ഒരു സമയം ദിലീർ ഖാന് സംഭാജി സന്ദേശം അയക്കുകയും ക്യാമ്പിനടുത്തേക്ക് ഞാൻ എത്തിച്ചേരുന്നുവെന്നും എന്നാൽ എന്നെ പിടിക്കാനായി ശിവജിയുടെ പടയുണ്ടെന്നും ഉടൻ സഹായത്തിനായി നിങ്ങളുടെ സൈന്യത്തെ അയക്കൂ എന്നും പറയുന്നുണ്ട്. മുൻ ധാരണകളൊന്നും ഇല്ലാതെ പൊടുന്നനെ ഇത്തരമൊരു സന്ദേശം കൊടുക്കുവാൻ കഴിയില്ലല്ലോ. ബാക്കിയൊക്കെ ആ കാല എഴുത്തുകാരുടെ പല പല നിരീക്ഷണങ്ങളായി കൂടി വേണം കാണാൻ. ഛത്രപതി ശിവജിയുടെ കൽപ്പനയനുസരിച്ച് സംഭാജി ശൃംഗാർപൂർ വിടുകയും സജ്ജൻഗഡിൽ താമസമാക്കുകയും ചെയ്തു. അവിടെയും എല്ലാവിധ പദവികളോടും തന്നെയാണ് യുവരാജാവ് കഴിയുന്നത്. 1678 ഡിസംബർ 13 അതിരാവിലെ കോട്ടയുടെ കമാൻഡറോട് പൂജയൊക്കെ ചെയ്യുന്നതിനായി ഒരു സ്ഥലത്തേക്ക് പോകണമെന്നും അതിന് പ്രകാരം ഒരു ചെറിയ സൈന്യം അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. മാഹുലി മേഖലയിലെത്തിയ സംഭാജി പൂജകളൊക്കെ ചെയ്യുകയും അവിടെയുള്ള ജനങ്ങൾക്ക് പണവും സമ്മാനങ്ങളുമൊക്കെ നൽകുകയും ചെയ്തു. തുടർന്ന് ശിവജിക്കായുള്ള സന്ദേശം അഥവാ മുഗളർക്കൊപ്പം പോകുന്നു എന്നും സഹ്യാദ്രി കീഴടക്കാനായി തിരിച്ചു വരുമെന്നുമൊക്കെയുള്ള സന്ദേശം നൽകിയ ശേഷം തീരുമാനിച്ചതുപോലെ തന്നെ തൻ്റെ സൈനികരെ തിരിച്ചയച്ചതിന് ശേഷം മുഗൾ ക്യാമ്പിലേക്ക് സംഭാജി പോവുകയാണ് ഉണ്ടായത്. എഴുത്തുകളനുസരിച്ച് സംഭാജിയെ മറാത്തയുടെ ഒരു പട അധികം താമസിയാതെ പിന്തുടരുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിരുന്നു മുഗൾ ക്യാമ്പിലേക്ക് സംഭാജിയുടെ സഹായത്തിനായുള്ള സന്ദേശം എത്തുന്നത്. ഇതറിഞ്ഞ ദിലിർ ഖാൻ 4000-ഓളം വരുന്ന ഒരു പടയെ സംഭാജിയുടെ സഹായത്തിനായി അയക്കുകയുണ്ടായി. മുഗൾ പടയെ കണ്ട തമ്മിൽ ചെറുതായിട്ടുള്ള മറാത്ത സൈനികർ പിന്മാറുകയും ചെയ്തു. തുടർന്ന് സംഭാജിയെ സ്വീകരിച്ച മുഗൾ പട ക്യാമ്പിലേക്ക് ഒരുമിച്ച് മാർച്ച് ചെയ്തു. ദിലിർ ഖാൻ കടന്നു വന്ന് സംഭാജിയെ സ്വീകരിക്കുകയും ചക്രവർത്തിയായ ഔറംഗസേബ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ഫർമാൻ നൽകുകയും ചെയ്തു. അതിൻ പ്രകാരം സംഭാജി 7000 വരുന്ന പടയുടെ നായകനായി മാറി. ഒപ്പം ഒരു ആന, 3 കുതിരകൾ, സ്ഥാനത്തിനായുള്ള പ്രത്യേകം വസ്ത്രം, പ്രത്യേകം വാൾ എന്നിവയൊക്കെ സംഭാജിക്ക് സമ്മാനങ്ങളായി നൽകുകയുമുണ്ടായി. ഏതായാലും സംഭാജി ഔറംഗസേബിനൊപ്പം പോയത് ഛത്രപതി ശിവജിയെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഞെട്ടിക്കുന്ന ഒരു കാര്യമായി മാറി. സംഭാജിയുടെ ഇത്തരമൊരു നടപടി സ്വരാജ്യയുടെ ചരിത്രത്തിലെ തന്നെ ദുഃഖകരമായ ഒരു സംഭവമായി കൂടി നിലനിൽക്കുന്നു. സംഭാജിയുടെ ഇത്തരത്തിലുള്ള ചുവടുമാറ്റത്തിന് ബ്രാഹ്മണ യുവതിയോട് അദ്ദേഹം കാണിച്ച അതിക്രമവും അതിന് ശിവജി ശിക്ഷിക്കും എന്ന ബോധ്യവുമായിരുന്നു എന്നൊരു നിരീക്ഷണം ചിലർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിവജിയുടെ മറാത്ത ചരിത്രം പറഞ്ഞിട്ടുള്ള മൽഹാർ രാമറാവു ചിത്നിസിൻ്റെ എഴുത്തുകളാണ് ഇതിന് പ്രധാനമായും ആധാരം. 1811 ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ശിവജിയുമായി ബന്ധപ്പെട്ട മറാത്ത സാമ്രാജ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇത്. എന്നാൽ ശിവജിയുടെ കാലത്ത് തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്ന കൃഷ്ണാജി ആനന്ദ് സഭാസദിൻ്റെ എഴുത്തുകളിലൊന്നും ഇത്തരമൊരു കാര്യമൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ശിവജിയുടെ നടപടികളിൽ സംഭാജി രോഷാകുലനായെന്നും അതിനാൽ മുഗളർക്കൊപ്പം പോയി എന്നുമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫാക്ടറി റെക്കോർഡുകളിലൊന്നും ഇത്തരത്തിലൊരു എഴുത്തില്ല. ഇനി അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത്രയേറെ വ്യക്തിമൂല്യം സൂക്ഷിക്കുന്ന ശിവജി എന്നൊരാൾ സംഭാജിയുടെ തിരിച്ചുവരവിനെ നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നതും ഒരു ചോദ്യമായി ചിലർ ഉയർത്തി കാണിക്കുന്നു. ശിവജിയുടെ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭരണമേഖലയിൽ നിർണായക കുടുംബമായി നിലകൊണ്ടിരുന്ന ശിവജിയുടെ കൂറുണ്ടായിരുന്ന തലമുറകളായി ജോലി ചെയ്തിരുന്ന മൽഹാർ രാമറാവു ചിത്നിസൊക്കെ എന്തിന് അങ്ങനെ എഴുതണം എന്നൊരു ചോദ്യം കൂടി പലരും ഉന്നയിച്ചു വച്ചിട്ടുണ്ട്. ഇരു തലങ്ങളിലുമുള്ള നിരീക്ഷണങ്ങളൊക്കെ ഏതായാലും ഉണ്ടെന്ന് കാണാം. മറ്റൊന്ന് സോയറാഭായിയാണ്. രാജാറാം എന്നത് നല്ലൊരു രാജാവാകാൻ കെൽപ്പുള്ള ആളാണെന്ന് കാണിക്കാനും സംഭാജി അത്ര നല്ല ആളല്ല എന്ന് കാണിക്കാനും സോയറാഭായിയുടെ നേതൃത്വത്തിൽ പല നീക്കങ്ങൾ നടന്നതായും അതിൻ്റെ ഭാഗമായി കഥകൾ ഉണ്ടായതായും ചിലർ നിരീക്ഷിക്കുന്നു. മറ്റൊന്ന് മന്ത്രിമാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനം അണ്ണാജി ദത്തോയുമായുള്ള പ്രശ്നങ്ങളാണ്. അണ്ണാജി ദത്തോയുടെ മകളോടുള്ള സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു കാരണമായി ചിലയിടത്ത് പറയുന്നുണ്ട്. സംഭാജി ചക്രവർത്തി ആയപ്പോഴും മന്ത്രിമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടരുകയുണ്ടായി എന്നത് ചരിത്രം. സംഭാജിയുടെ എഴുത്തുകളിലും മന്ത്രിമാർക്ക് തന്നോട് അനുകൂലമായ നിലപാടല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ആദ്യത്തെ കാലം മുതൽ തന്നെ വേറെ രീതിയിലുള്ള അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കുന്നതും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. കാരണം ശിവജിയോട് കൂറുണ്ടായിരുന്ന, രാജ്യത്തോട് കൂറുണ്ടായിരുന്ന ശക്തരായിരുന്ന മന്ത്രിമാരിൽ പലർക്കും ആ രാജ്യം വിട്ടിട്ട് പോയി പിന്നീട് തിരിച്ചു വന്നിട്ടുള്ള സംഭാജിയെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്ന നിരീക്ഷണവും കാര്യമായി എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സംഭാജിയുടെ 1680കൾക്കിപ്പുറമുള്ള മന്ത്രിമാർക്കെതിരെയുള്ള പ്രസ്താവനകളെ ആ രീതിയിൽ കൂടി വേണം നോക്കിക്കാണാൻ. സംഭാജിയെ എതിർത്തവരിൽ പ്രധാനം അണ്ണാജി ദത്തോ ആണെന്നതിൽ തർക്കമേതുമില്ല. അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങളും പല രീതിയിൽ പല കാലങ്ങളിലായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും 1677 കാലത്തൊക്കെ പൂർണ്ണമായും ബഹുമാനം നിറഞ്ഞ രീതിയിൽ ശിവജിയുടെ മന്ത്രിമാരോട് കത്തിടപാടുകൾ നടത്തിയ സംഭാജി 1680 ആയപ്പോഴേക്ക് തന്നോട് വിരോധമുള്ള മന്ത്രിമാർ എന്ന നിലയിലാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം. സംഭാജിയുടെ മുഗൾ ക്യാമ്പിലേക്ക് പോവലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല കാരണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ ചരിത്ര വഴികളിൽ പല കാലങ്ങളിലായി പലരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകാതെ വന്നതും ദേഷ്യവും കുടുംബവും ചേർന്ന ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റൊരു വഴിയിൽ ലക്ഷ്യങ്ങൾ നടക്കുമെന്ന് തോന്നിയതുമൊക്കെ ആവാം സംഭാജിയെ അത്തരമൊരു നടപടിയെടുക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. 1680 കാലത്ത് കുടുംബത്തിൽ വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മിക്ക എഴുത്തുകളിലും പറയുന്നുണ്ട്. ഏതായാലും മറാത്ത രാജ്യത്തിൻ്റെ അവകാശിയെ മുഗൾ ക്യാമ്പിൽ എത്തിച്ചതിൽ ദിലിർ ഖാൻ പൂർണ്ണ സന്തോഷവാനായിരുന്നു. ഡക്കാൻ പൂർണ്ണമായും കീഴടക്കാമെന്നും അദ്ദേഹം അതോടെ കരുതുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മുഗൾ ക്യാമ്പിൽ വലിയ ആഘോഷങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. 7000 വരുന്ന സൈന്യത്തിൻ്റെ നായകനായി മാറിയിട്ടുള്ള സംഭാജി ആ മേഖലകളൊക്കെ പിടിച്ചെടുക്കുന്നതിൽ മുഗളരെ സഹായിക്കാനും ആരംഭിച്ചു.
സഹ്യാദ്രി പിടിച്ചെടുക്കാൻ താൻ വരുമെന്ന സംഭാജിയുടെ സന്ദേശവും ഇവിടെ ഓർക്കുക. ശക്തനായ സഖ്യത്തെ കിട്ടിയ സന്തോഷത്തിൽ ദിലിർ ഖാൻ മറാത്ത മേഖലകളിലേക്ക് അങ്ങനെ മാർച്ച് ചെയ്യുകയും സോളാപൂരിനൊക്കെ അടുത്തുള്ള അക്ലുജ് മേഖലയിൽ താവളമടിക്കുകയും ചെയ്തു. അവിടെ നിന്നും ദിലിർ ഖാൻ സംഭാജി സംയുക്ത സൈന്യം ഭൂപാൽഗഡ് കോട്ടയിലേക്ക് മാർച്ച് ചെയ്യുകയുണ്ടായി. അതിർത്തി മേഖലയിലുള്ള ഈ കോട്ടയിൽ ധാന്യങ്ങളും മറ്റും ശേഖരിക്കാനായി ശിവജി വലിയൊരു സ്റ്റോർ ഹൗസ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മുഗളരുമായുള്ള യുദ്ധസമയത്തൊക്കെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് സുരക്ഷിത താവളം എന്ന നിലയിലും ഈ കോട്ടയെ ഉപയോഗിച്ചിരുന്നു. ഏതായാലും ഇവിടെ എത്തിയ സംഭാജി കോട്ടയുടെ കമാൻഡറായിട്ടുള്ള ഫിറാഗോജി നരാസാലയ്ക്ക് തൻ്റെ സന്ദേശം അയക്കുകയാണ്. കോട്ട മുഗളർക്ക് വിട്ടു നൽകുക എന്ന സന്ദേശമായിരുന്നു അത്. മറാത്തകളുടെ വിശ്വസ്തനായിരുന്ന ആ കമാൻഡർ എന്നാൽ സ്വരാജ്യയെ വിട്ടുപോയ സംഭാജിയുടെ സന്ദേശത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഉണ്ടായത്. അതോടെ സംഭാജി മുഗൾ പടയോടൊപ്പം ഭൂപാൽഗഡ് കോട്ടയെ ആക്രമിക്കാനൊരുങ്ങി. 1679 ഏപ്രിൽ 2 നടന്ന സംഭാജിയുടെ സാന്നിധ്യം കൊണ്ട് അസ്വാഭാവികമായ ഒരു യുദ്ധമായി മാറിയ ഇതാണ് ബാറ്റിൽ ഓഫ് ഭൂപാൽഗഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.